ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 മെയ് 10 ബുധൻ നീചരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു. ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2024 മെയ് 1 ആദ്യം രാശി മാറിയത് വേഴഗ്രഹമാണ്. വേഴഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറി. വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയുള്ള ചർച്ചകൾ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. മെയ് മാസത്തിൽ രണ്ടാമതായിട്ട് രാശി മാറുന്ന ഗ്രഹമാണ് ബുധൻ. ബുധൻ മെയ് 10 നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പം ബുധൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെയും ബുദ്ധിശക്തിയുടെയും യുക്തിപൂർവമായ ചിന്തകളുടെയും നല്ല മാനസികാവസ്ഥയുടെയൊക്കെ ഒരു ഗ്രഹമാണ് ബുധൻ. ബുധൻ ചൊവ്വയുടെ രാശിയിലേക്കാണ് രാശി മാറുന്നത് എന്നതിനാൽ പൊതുവെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനോഭാവം പൊതുവെ ഉണ്ടായെന്ന് വരാം. അത് ചില തെറ്റിദ്ധാരണകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വഴിതെളിച്ചു എന്നും വരാം. അപ്പം ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, അതായത് അശ്വതി നക്ഷത്ര, ഭരണി, അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക്. ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് 3-ാം ഭാവരാശിയുടെയും 6-ാം ഭാവരാശിയുടെയും അധിപനാണ്. അത്തരത്തിലുള്ള ബുധൻ മെയ് 10 ജന്മരാശിയിലേക്ക്, ലഗ്നരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 30 വരെ ആ ബുധൻ ജന്മരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ മെയ് 13 വരെ സൂര്യനും മെയ് 18 വരെ ശുക്രനും ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നല്ല ചിന്തകൾക്കും നല്ല കമ്മ്യൂണിക്കേഷനും ഈ ബുധൻ്റെ ജന്മരാശിയിലെ സ്ഥിതി വഴിയൊരുക്കും എന്ന് തന്നെ പറയാം. എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം കൂടും. തൊഴിലിടത്ത് ബുദ്ധിശക്തി കൂടുന്നതിനും അത് ഭാവിയിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും വഴിയൊരുക്കും. അതേസമയം അമിതമായിട്ടുള്ള സംസാരം, പ്രത്യേകിച്ച് തൊഴിലിടത്ത് മോശമായിട്ടുള്ള സംസാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ സംസാരം ഒഴിവാക്കുന്നത്, അത്തരത്തിലുള്ള മോശമായിട്ടുള്ള സംസാരം ഒഴിവാക്കുന്നത് അവർക്ക് തൊഴിലിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് പറയാം. അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിനും ഈ സമയം, ഈ ബുധൻ്റെ രാശിമാറ്റ സമയത്ത് ഈ കൂറുകാർ ശ്രദ്ധ കൊടുക്കും. പുത്തൻ സംരംഭങ്ങൾക്കുള്ള ചിന്തകളും അതിനു വേണ്ടുന്ന ആസൂത്രണങ്ങളൊക്കെ ഈ സമയത്ത് നടക്കും. അതുപോലെ വായ്പകൾക്കുള്ള തടസ്സങ്ങളൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടും. പൊതുവെ കരിയർ തലത്തിലും വ്യക്തിതലത്തിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ ബുധൻ്റെ ജന്മരാശിയിലെ സ്ഥിതി. 18 വരെ ശുക്രനും അതുപോലെ ബുധനും ഒക്കെ ആ ജന്മരാശിയിലുണ്ട്. അപ്പോൾ പൊതുവെ അത് സാമ്പത്തികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി അത് മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ്. സ്പെക്കുലേറ്റീവ് തലത്തിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. അതുപോലെ പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആ ഗ്രഹസ്ഥിതി വഴിതെളിക്കും. അതുപോലെ ലഗ്നാധിപനായിട്ടുള്ള കുജനാണെങ്കിൽ ഇപ്പോൾ 12 നിൽക്കുന്ന സമയമാണ്. ആ കുജനാണെങ്കിൽ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. മെയ് 31 വരെ ആ കുജൻ 12-ലുണ്ട്. അത് പൊതുവെ ഈ കൂറുകാർക്ക് ചെലവ് കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാം. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാം, യാത്രാ സംബന്ധമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവ് കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്.
ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ബുധൻ 7 ദൃഷ്ടി വരുന്നത് കൊണ്ട് ഈ ബിസിനസ്സിലൊക്കെ തന്നെ, ബിസിനസ്സിലും അതുപോലെ മറ്റ് വ്യാപാരത്തിലും ഒക്കെ തന്നെ ഈ കൂറുകാർ ഈ സമയത്ത് ശോഭിക്കും. അതുപോലെ നിയമവിഷയങ്ങളിലൊക്കെ തന്നെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ 8ലാണ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പൊതുവെ ശത്രുക്കളുടെയോ അല്ലെങ്കിൽ കടക്കാരുടെയൊക്കെ ഉപദ്രവം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ബുധൻ 3ാം ഭാവാധിപനും കൂടിയാണ്. ആ 3ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ 11ലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ സാമ്പത്തിക നേട്ടം ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് 2ാം ഭാവത്തിൻ്റെയും 5ാം ഭാവത്തിൻ്റെയും അധിപനാണ്. 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ മെയ് 10-നാണ് ആ ബുധൻ 12ലേക്ക് രാശി മാറുന്നത്. മെയ് 30 വരെ ആ ബുധൻ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. സൂര്യനാണെങ്കിൽ മെയ് 13 വരെ 12-ലുണ്ട്. ശുക്രനാണെങ്കിൽ മെയ് 18 വരെ ആ 12-ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്ക് ധനച്ചെലവ് കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ധനവുമായി ബന്ധപ്പെട്ട് എല്ലാ തലത്തിലും ഒരു ചെലവ് കൂടുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയൊക്കെ ഈ ബുധൻ്റെ രാശിമാറ്റ സമയത്ത് കാണുന്നു. അതുപോലെ കുടുംബ അംഗങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്, അതുപോലെ കുടുംബ ബിസിനസ് ഇവയിലൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം ബുധൻ 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സിലൊക്കെ ഒരു ധനനഷ്ടമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് സന്താനത്തിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രകോപനപരമായിട്ട് അവരുടെ വിദ്യാർത്ഥികളോട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ ഇതൊക്കെ തന്നെ മാനസികമായ സ്ട്രെസ് കൂടുന്നതിന് വഴിയൊരുക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നത് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാകാൻ സഹായകമാകും. ധനപരമായ കാര്യത്തിൽ ഒരു ആസൂത്രണം നടത്തുന്നത് പ്രത്യേകിച്ച് ചെലവ് നിയന്ത്രിക്കാൻ സഹായകമാകും എന്നറിയുക. ബുധൻ 6-ൽ ദൃഷ്ടി വരുന്നത് കൊണ്ട് സംസാരത്തിൽ ശ്രദ്ധിക്കണം. പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കുറയാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും, അതായത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ജന്മരാശിയാധിപൻ, ലഗ്നരാശിയാധിപനാണ്. അതുപോലെ തന്നെ 4ാം ഭാവരാശിയുടെ അധിപനുമാണ്. അങ്ങനെ ജന്മരാശിയുടെയും 4ാം ഭാവരാശിയുടെയും അധിപനായിട്ടുള്ള ബുധൻ മെയ് 10-ന് നേട്ടങ്ങളുടെ സ്ഥാനത്ത് 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ ബുധൻ മെയ് 30 വരെ ആ നേട്ടങ്ങളുടെ സ്ഥാനത്ത് ഉണ്ടാകും. അതുപോലെ സൂര്യനും നേട്ടങ്ങളുടെ സ്ഥാനത്ത് മെയ് 13 വരെ ഉണ്ട്. ശുക്രനും നേട്ടങ്ങളുടെ സ്ഥാനത്ത് മെയ് 18 വരെ ഉണ്ട്. അപ്പോൾ പൊതുവെ ബുധൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും വലിയ നേട്ടങ്ങൾക്ക്, പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ വഴിയൊരുക്കും. കാര്യങ്ങളെല്ലാം പൊതുവെ അനുകൂലമാകുന്നു. അത് പ്രതീക്ഷകളെല്ലാം തന്നെ സഫലമാകുന്ന സമയം എന്ന് പറയാം. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പൊതുവെ ഒരു പരിഹാരം ഈ ബുധൻ്റെ രാശിമാറ്റ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനനേട്ടത്തിന് സാധ്യത കൂടുതലുള്ള സമയമാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് തന്നെ മറ്റുള്ളവരുടെ
പ്രീതി ആർജിക്കുന്നതിന് അത് സഹായകമാകും. കുടുംബകാര്യങ്ങളിൽ ചുമതലാബോധമൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ സൗഹൃദം, സാമൂഹ്യ ബന്ധം ഇവയൊക്കെ തന്നെ മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രധാന വ്യക്തികളെ കണ്ടുമുട്ടുന്നത് അവർക്ക് ഭാവിയിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും. ആഗ്രഹങ്ങളെല്ലാം പൊതുവെ നിറവേറ്റാനാകുന്ന ഒരു രാശിമാറ്റമാണ് ഈ ബുധന്റെ രാശിമാറ്റം എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും യുക്തിസഹമായിട്ടുള്ള തീരുമാനം ഈ കൂറുകാർക്ക് എടുക്കാനാകും. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലവസരങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. കർമ്മഭാവാധിപൻ 12-ലാണ്. അതുപോലെ ഗുരു 12 നിൽക്കുന്ന സമയമായതുകൊണ്ട് മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ധനച്ചെലവ് കൂടുന്ന സ്ഥിതി കാണുന്നുണ്ട്. പൊതുവെ വ്യക്തിബന്ധങ്ങൾ ദൃഢമാകുന്ന സമയമാണ്. ഊർജ്ജസ്വലത, ഉന്മേഷമൊക്കെ അത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്യുക വഴി ഉണ്ടാകും. ആത്മവിശ്വാസമൊക്കെ കൂടാൻ അത് സഹായകമാകും. വീട്, വാഹനം, വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ ബുധന്റെ 11-ലെ രാശിമാറ്റം വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ 4-ാം ഭാവാധിപൻ 11-ലാണ് എന്നുള്ളത് കൊണ്ട് അത് 11-ലാണെങ്കിലും ഭാവത്തിൻ്റെ അഷ്ടമത്തിലായതുകൊണ്ട് മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ആസ്തികൾ കൈവശം വരുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബുധൻ 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിൽ മികവുണ്ടാകും. അവർക്ക് ബുദ്ധിശക്തി കൂടും, ഓർമ്മശക്തി കൂടും. അതുപോലെ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. പൊതുവെ ഈ കൂറുകാർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ അനുകൂലമായിട്ടുള്ള അതിനുള്ളൊരു കഴിവ് ഈ സമയത്ത് അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും, അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ബുധൻ്റെ ഈ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് 3-ാം ഭാവത്തിൻ്റെയും 12-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. അങ്ങനെ 3, 12 ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് 10-ന് കർമ്മസ്ഥാനത്തേക്ക് 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 30 വരെ ആ ബുധൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. സൂര്യനും കർമ്മസ്ഥാനത്ത് മെയ് 13 വരെ ഉണ്ട്. ശുക്രനും കർമ്മസ്ഥാനത്ത് മെയ് 18 വരെ ഉണ്ട്. അപ്പോൾ പൊതുവെ കർമ്മ മേഖലയിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയം എന്ന് പറയാം. തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ ശക്തമാകും. തൊഴിലിൽ സഡൻ പ്രൊമോഷനൊക്കെ ചാൻസ് കാണുന്നുണ്ട്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു പ്രത്യേകിച്ച് അത് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദൂരയാത്രകൾ, വിദേശയാത്രകൾ, വിദേശത്ത് തൊഴിൽ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. സുഹൃത്തുക്കളുടെയൊക്കെ സഹായം തൊഴിലിടത്ത് ഉണ്ടാകും. ചിലർക്ക് പുതിയ തൊഴിലവസരങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. ബുധൻ 12-ാം ഭാവാധിപനായിട്ട് ഭാവത്തിൻ്റെ 11-ൽ വരിക എന്നുള്ളത് കൊണ്ട് വിദേശ ബന്ധം വഴി ധനനേട്ടം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. 3-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ 8-ൽ വരുന്നത് കൊണ്ട് സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തു വെല്ലുവിളികളും തരണം ചെയ്യുന്നതിനുള്ള ഒരു ആത്മധൈര്യം ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും. അതുപോലെ സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്നത് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും. അതുപോലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർവം തീരുമാനമെടുക്കുന്നത് ഭാവിയിൽ പൊതുവെ ഒരു വളരെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് അത് സഹായകമാകും. ബുധൻ 4-ൽ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പഠനത്തിൽ നല്ല പെർഫോമൻസ് സാധ്യമാകും. അതുപോലെ തന്നെ കാര്യങ്ങളെയൊക്കെ തന്നെ വിമർശന ബുദ്ധിയാൽ നിരീക്ഷിക്കുന്നതിനും ഒക്കെയുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാവും. മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഈ സമയത്ത് മെച്ചപ്പെടുന്നതിന് ഈ ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കുമെന്ന് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.